ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 4ാം ക്ലാസ്സിലെ EVS ആണ്. എൻവയോൺമെൻറ്റൽ സയൻസ് ക്ലാസ് 4 EVS ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ 4ാമത്തെ ചാപ്റ്റർ, അതായത് കേരള എ സിംഫണി ഓഫ് ആർട്ട് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിൽ വരുന്ന ആക്ടിവിറ്റീസും ലാസ്റ്റ് വരുന്ന ലെറ്റസ് ആസസും എല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കേരള എ സിംഫണി ഓഫ് ആർട്ട് ചാപ്റ്റർ 4. കേരള എ സിംഫണി ഓഫ് ആർട്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മുടെ കഥകളിയുടെയൊക്കെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ശേഷം നമുക്കിവിടെ വായിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. For the first time, I got 2 prizes in the school Kalotsavam, Art and Cultural Festival. First prize for folk dance and second prize for light music. The first place for drama was won by my friends in Standard 4. What I liked the most was Sanu's speech and Nila's monologue. അപ്പോൾ സ്കൂൾ കലോത്സവം നടക്കുകയാണ്. അപ്പോൾ ഇത് പറയുന്ന ആരാണോ ആ കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് ഫോക്ക് ഡാൻസിലും അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ലൈറ്റ് മ്യൂസിക്കിലും കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയണത്, ഡ്രാമയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ക്ലാസ് 4 തന്നെ പഠിക്കുന്ന ഈ കുട്ടിയുടെ ഫ്രണ്ട്സിനാണെന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? സനൂജിൻ്റെ സ്പീച്ചും നിളയുടെ മോണോ ആക്ടും. ഇത്രയുമാണ് ആദ്യം പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹാവ് യു റീഡ് നീതുസ് ഡയറി? നിങ്ങൾ നീതുവിൻ്റെ ഡയറി വായിച്ചു. അപ്പോൾ നീതു ആണ് ആ കുട്ടി. അപ്പോൾ നമ്മൾ വായിച്ചു അല്ലേ? യെസ്. ഇൻ വിച്ച് കോമ്പറ്റീഷൻ ഡിഡ് നീതു വിൻ പ്രൈസസ്? നീതുവിന് ഏതൊക്കെ കോമ്പറ്റീഷനിലാണ് പ്രൈസസ് കിട്ടിയത്? ഫോക്ക് ഡാൻസിലും ലൈറ്റ് മ്യൂസിക്കിലും. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻ ഹെൽഡ് ഇൻ ദ സ്കൂൾ കലോത്സവം? പിന്നെ വേറെ ഏതൊക്കെ കോമ്പറ്റീഷനാണ് നടന്നത്? ഡ്രാമ, സ്പീച്ച് ആൻഡ് മോണോ ആക്ട്. വിച്ച് ആർ ദ സ്റ്റേജ് ഐറ്റം? വിച്ച് വൺസ് ആർ നോട്ട് സ്റ്റേജ് ഐറ്റം? ഇവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഏതാണ്, നോൺ സ്റ്റേജിൽ അല്ലാണ്ട് പെർഫോം ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഇതിലെല്ലാം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ഫോക്ക് ഡാൻസ്, ലൈറ്റ് മ്യൂസിക്, ഡ്രാമ, സ്പീച്ച്, മോണോ ആക്ട്, ഇതെല്ലാം നമ്മൾ എന്തിൽ കണ്ടിട്ടുണ്ട്? ഓൺ സ്റ്റേജിൽ തന്നെ പെർഫോം ചെയ്യണം നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഓഫ് സ്റ്റേജിലത്തെ ഒന്നും ഇവിടെ തന്നിട്ടില്ല. ഇനി ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സ് ഓഫ് സ്റ്റേജിൽ ആക്കി തരുവാണെങ്കിൽ മാത്രം അത് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, നീള വാസ് വാച്ചിങ് ദ കളർഫുൾ പിക്ചേഴ്സ് ഓഫ് കലോത്സവം വിന്നേഴ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഷീ ആസ്ക്ഡ് ഹെർ മദർ, ഈസ് തിരുവാതിരക്കളി പെർഫോം ഓൺലി ബൈ ഗേൾസ്? അപ്പം നീള എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കലോത്സവം വിന്നേഴ്സിൻ്റെ പിക്ചർ ഇതാ ഈ പത്രത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ അവളുടെ അമ്മയോട് ചോദിച്ചു, ഈ തിരുവാതിരക്കളി പെർഫോംഡ് ഓൺലി ബൈ ഗേൾസ്, തിരുവാതിരക്കളി ലേഡീസ് മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം, ഗേൾസ് മാത്രം കളിക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മദർ എന്താ റിപ്ലൈ കൊടുക്കുന്നത്? യെസ് ഡിയർ, തിരുവാതിരക്കളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വിമൺ. ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് പാർട്ട് ഓഫ് ദ തിരുവാതിര സെലിബ്രേഷൻ ഇൻ ദ മന്ത് ഓഫ് ധനു. അപ്പോൾ ലേഡീസ് ആണല്ലേ, അല്ലെങ്കിൽ വിമൺ ആണ് എപ്പോഴും തിരുവാതിരക്കളി കളിക്കുക, സ്ത്രീകളാണ് കളിക്കുക. തിരുവാതിര സെലിബ്രേഷൻ, അതായത് ധനുമാസത്തിൽ, മലയാള മാസമാണ് ധനുമാസത്തിലെ തിരുവാതിരയിലാണ് എന്ത് ചെയ്യുക? തിരുവാതിര സെലിബ്രേറ്റ് ചെയ്യുക. ആ ദിവസമാണ് തിരുവാതിരക്കളിയൊക്കെ കളിക്കുക എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് പ്ലേഡ് ബൈ ക്ലാപ്പിംഗ് ഹാൻഡ്സ് വൈൽ സ്റ്റാൻഡിങ് അറൗണ്ട് എ ലൈറ്റഡ് നിലവിളക്കു പെഡസ്റ്റൽ ഓയിൽ ലാമ്പ്. നിലവിളക്കിൻ്റെ ഇംഗ്ലീഷാണ് പെഡസ്റ്റൽ ഓയിൽ ലാമ്പ്. എന്താണ്? നടുവിൽ നിലവിളക്ക് കത്തിച്ച് വെച്ച് ചുറ്റും എന്ത് ചെയ്യും? കൈയൊക്കെ കൊട്ടി ഇങ്ങനെ കളിക്കുമല്ലേ, കൈ കൂപ്പിയിട്ടൊക്കെ. അപ്പം നീള ചോദിക്കുകയാണ്, മദർ, വെൻ മാർഗംകളി വാസ് പെർഫോംഡ് ഇൻ കലോത്സവം ഇറ്റ് ഓൾസോ ഹാഡ് എ നിലവിളക്കു. അപ്പോൾ കുട്ടി പറയും, അപ്പോൾ ഈ തിരുവാതിരക്കളിയിൽ സെൻറ്ററിൽ നിലവിളക്ക് വെച്ചിട്ടുണ്ട്, മാർഗംകളി കളിക്കുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്? മാർഗംകളി കളിക്കുമ്പോഴും സെൻറ്ററിൽ നിലവിളക്ക് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്താ ചോദിക്കും. മദർ പറയും, യെസ്, ഇൻ മാർഗംകളി ഓൾസോ എ നിലവിളക്കു ഈസ് ലൈറ്റഡ് ആൻഡ് കെപ്റ്റ് ഇൻ ദ മിഡിൽ. സോങ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് സങ് ഫോർ മാർഗംകളി. ദ കോസ്റ്റ്യൂം ഫോർ മാർഗംകളി ഈസ് ചട്ട ആൻഡ് മുണ്ടു. ഫോർ തിരുവാതിരക്കളി ദ ഡാൻസേഴ്സ് വിയർ ദ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഓഫ് കേരള. അപ്പോൾ എന്താ പറയുന്നത്? ഈ മാർഗം കളിയിലും സെൻറ്ററിൽ ഒരു നിലവിളക്ക് വെക്കുന്നുണ്ട് അല്ലേ. അതായത് ക്രിസ്ത്യൻസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് മാർഗംകളി. അവരുടെ ചരിത്രമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രമാണ്, ഹിസ്റ്ററിയാണ് ഇതിൽ പാടി അവർ കളിക്കുക. ദ കോസ്റ്റ്യൂം ഫോർ മാർഗംകളി ഈസ് ചട്ട ആൻഡ് മുണ്ടു. ചട്ടയും മുണ്ടും എന്നാണ് ഇവർ ഇട്ടിരുന്ന ഈ ഡ്രസ്സിന് പറയുക. പിന്നെ അതുപോലെ തന്നെ തിരുവാതിരക്കളിയിൽ നിങ്ങൾക്ക് അറിയാലോ, തിരുവാതിരക്കളിയിലെ ഡാൻസേഴ്സ് എന്ത് ചെയ്യും? കേരളത്തിൻ്റെ ട്രഡീഷണൽ കോസ്റ്റ്യൂമായിട്ടുള്ള സെറ്റ് മുണ്ട് കൊടുത്തിട്ടാണല്ലോ കളിക്കുക. സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ?
അപ്പോൾ മദർ, ഡു യു നോ എനി അതർ ആർട്ട് ഫോം പെർഫോംഡ് ബൈ വിമൺ സ്റ്റാൻഡിങ് ഇൻ എ സർക്കിൾ? അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ഇവളോട്, നിനക്ക് ഏതെങ്കിലും ഇതുപോലെ നല്ല സ്ത്രീകൾ വിമൺ ചുറ്റും നിന്നിട്ട് സർക്കിൾ റൗണ്ടിൽ നിന്ന് കളിക്കുന്ന ഏതെങ്കിലും ആർട്ട് ഫോം നിനക്ക് അറിയോ? അപ്പം നീള പറയും, ബോത്ത് ഒപ്പന ആൻഡ് വട്ടപ്പാട്ടും ആർ പെർഫോംഡ് ഇൻ എ സർക്കിൾ. ഒപ്പനയും വട്ടപ്പാട്ടും ഇതുപോലെ അല്ലേ സർക്കിളിൽ നിന്നിട്ട് റൗണ്ടിൽ നിന്നല്ലേ കളിക്കാറ് എന്ന് ചോദിക്കുകയാണ്. മദർ, yes, Oppan and Vattapattu, which are popular in the Muslim society, are performed in a circle. Haven't you seen one of the girls seated in the middle while playing Oppana? അപ്പോൾ അമ്മ പറയും, ശരിയാണ്, ഇത് രണ്ടും അങ്ങനെ തന്നെയാണ്. മുസ്ലിം സൊസൈറ്റിയാണ് ഇത് ശരിക്കും കളിക്കുക സർക്കിളിൽ. അതിൽ തന്നെ നമ്മൾ ഒപ്പന കളിക്കുമ്പോൾ ഒരാൾ ഒരു ചെയറിൽ മണവാട്ടിയായിട്ട് സെൻറ്ററിൽ ഇരിക്കും അല്ലേ. അപ്പം നീള പറയാണ്, ഈസ് ഇൻ ദാറ്റ് ദ ബ്രൈഡ്? അപ്പോൾ അതല്ലേ ബ്രൈഡ്. ഇത് കല്യാണത്തിനാണ് കളിക്കുക എന്നറിയില്ല. ഒപ്പനയൊക്കെ കല്യാണ തലേന്നൊക്കെ കളിക്കുന്നതാണ് അല്ലേ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിലവിലുള്ളതാണ്. അപ്പോൾ ആ സെൻറ്ററിൽ ഇരിക്കുന്നതല്ലേ ബ്രൈഡ് എന്ന് ചോദിക്കും. മദർ പറയും, യെസ്, ഒപ്പന ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ഡ്യൂറിങ് മുസ്ലിം വെഡ്ഡിങ് സെലിബ്രേഷൻസ്. ഡാൻസേഴ്സ് സ്റ്റാൻഡ് അറൗണ്ട് ദ ബ്രൈഡ് ആൻഡ് പെർഫോം ഒപ്പന. അപ്പോൾ മുസ്ലിംസിൻ്റെ വെഡ്ഡിങ് സെലിബ്രേഷന് കളിക്കുന്നതാണ് ഒപ്പന. ബ്രൈഡിനെ സെൻറ്ററിൽ ഇരുത്തിയിട്ടാണ് ഒപ്പന കൈകൊട്ടിക്കൊണ്ട് കളിക്കുക. മദർ, ഡു യു നോ ഹു പെർഫോംസ് വട്ടപ്പാട്ടു? അപ്പോൾ നിനക്കറിയോ വട്ടപ്പാട്ട് ആരാണ് പെർഫോം ചെയ്യാന്ന്? അപ്പം നിങ്ങൾ ചോദിക്കും, ഇസ് ഇറ്റ് പെർഫോംഡ് ബൈ ബോയ്സ്? ബോയ്സ് ആണോ വട്ടപ്പാട്ട് പെർഫോം ചെയ്യാന്ന് ചോദിക്കും. ദെൻ മദർ പറയും, യെസ്, വട്ടപ്പാട്ടു ഇസ് പെർഫോംഡ് ബൈ മെൻ. ദിസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് ആണൊപ്പന കേട്ടോ. അപ്പോൾ വട്ടപ്പാട്ട് എന്ത് തന്നെയാണ്, ലേഡീസ് അല്ല ജെൻസ് കളിക്കുന്നതാണ്. ആണൊപ്പന എന്ന പേരിലാണ് വട്ടപ്പാട്ട് അറിയപ്പെടുന്നത്. നീള പറയും, ഈസ് ഇൻ മംഗളം കളി ഈസ് ഓൾസോ പെർഫോംഡ് ഇൻ സർക്കിൾ. മദർ, മംഗളം കളിയും ഇതുപോലെ തന്നെ അല്ലേ ചോദിക്കും. ദർ ഇസ് എ ഫോട്ടോ ഓഫ് ഇറ്റ് ഇൻ ദ ന്യൂസ്പേപ്പറിൽ ഒരു ഫോട്ടോ ഉണ്ട് അതിൻ്റെ പറയും. മദർ പറയും, മംഗളം കളി ഈസ് പോപ്പുലർ ഇൻ കാസർഗോഡ് ആൻഡ് കണ്ണൂർ ഡിസ്ട്രിക്ട്. ഇറ്റ് ഈസ് ഓൾസോ എൻ ആർട്ട് ഫോം പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് വെഡ്ഡിങ് സെലിബ്രേഷൻ. കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് മംഗലം കളി ഫേമസ് ആയിട്ടുള്ളത്. വെഡ്ഡിങ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതും പെർഫോം ചെയ്യുക. നിള പറയും, ഈസ് ഇൻ മംഗളം കളി ഓൾസോ പെർഫോംഡ് ബൈ വിമൺ. അപ്പോൾ ഈ കളിയും സ്ത്രീകൾ മാത്രമാണോ വിമൺ മാത്രമാണോ പെർഫോം ചെയ്യാൻ ചോദിക്കുകയാണ്. മദർ പറയും, മംഗളം കളി ഈസ് മെയിൻലി പെർഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് വിമൺ. ഒരു ഗ്രൂപ്പ് ഓഫ് വിമൺ ആണ് പെർഫോം ചെയ്യുക. മെൻ സിങ് ആൻഡ് ക്ലാപ്പ് ദർ ഹാൻഡ്സ്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് കല്യാണക്കളി. അപ്പം മെൻ എന്ത് ചെയ്യും? മെൻ പാട്ട് പാടും, ക്ലാപ്പ് ചെയ്യും അവരുടെ ഹാൻഡ്സ്. കല്യാണക്കളി എന്നും ഇതറിയപ്പെടും. ഓക്കെ, ദെൻ മദർ എക്സ്പ്ലെയിൻഡ് അബൌട്ട് വില്ലടിച്ചാൻ പാട്ടു, എ പോപ്പുലർ ആർട്ട് ഫോം ഇൻ സൗത്ത് കേരള. വില്ലടിച്ചാൻ പാട്ടു എന്നുള്ളത് സൗത്ത് കേരളയിലുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. ഇത് അവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന കണ്ടില്ലേ, ഇതാണ് കേട്ടോ. വില്ലടിച്ചാൻ പാട്ടു ഈസ് പെർഫോംഡ് യൂസിങ് എ ലാർജ് ബോ, എ പോട്ട് ആൻഡ് എ സ്റ്റിക്ക് വിത്ത് ജിംഗിൾസ് ആസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ടു ക്രിയേറ്റ് റിതം. ദ ബോഡി മൂവ്മെന്റ്സ് ആൻഡ് ആക്ടിങ് എൻഹാൻസ് ദ വിഷ്വൽ അപ്പീൽ ഓഫ് ദ സോങ്. ഇതാ ഇങ്ങനെ ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണ് വില്ലടിച്ചാൻ പാട്ട് പാടുക കേട്ടോ. Next, women dressed in traditional Kerala costume stand in a circle and sing song to perform തിരുവാതിരക്കളി. തിരുവാതിരക്കളി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ ട്രഡീഷണൽ കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് എന്ത് ചെയ്യും? റൗണ്ടിൽ നിന്ന് പാട്ട് പാടി കളിക്കും. സോങ്സ് നാരേറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി സങ് ഫോർ മാർഗംകളി. ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം വിശദീകരിക്കുന്ന പാട്ടുകളാണ് മാർഗംകളി പാട്ടുകളിൽ വരിക. ദ വിർച്യൂസ് ഓഫ് ദ ഗ്രൂം ആർ പ്രസൻറ്റഡ് ബിഫോർ ബ്രൈഡ് ത്രൂ. ഒപ്പനയിലാണെങ്കിലോ, ഒപ്പനയിൽ ബ്രൈഡിന് മുന്നിൽ കൈകൊട്ടിയിട്ട് ഗ്രൂമിൻ്റെ ക്വാളിറ്റീസ്, അതായത് ചെക്കനും പെണ്ണും കേട്ടോ, കല്യാണ പെണ്ണും കല്യാണ ചെക്കനും. ബ്രൈഡ് എന്ന് പറഞ്ഞാൽ കല്യാണ പെണ്ണാണ്, ഗ്രൂം എന്ന് പറഞ്ഞാൽ കല്യാണ ചെക്കനാണ്. അപ്പോൾ ഇവരുടെ ഗുണങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പാട്ടാണ് ഒപ്പനപ്പാട്ടുകളിൽ വരിക. എനി ലൈഫ് റിലേറ്റഡ് ടോപ്പിക് സച്ച് എസ് ഹണ്ടിങ്, വർക്ക് ഓർ റിച്വൽസ് ക്യാൻ ബി ദ സബ്ജക്ട് ഓഫ് ദ സോങ്സ് യൂസ്ഡ് ഇൻ മംഗലം കളി. മംഗലം കളിയിലെ ടോപ്പിക്ക് ഹണ്ടിങ്ങോ വർക്കോ റിച്വൽസോ ഒക്കെ ആയിരിക്കും. വില്ലടിച്ചാൻ പാട്ട് ബിഗിൻസ് വിത്ത് ദ വന്ദനഗാനം, ഗ്രീറ്റിംഗ് സോങ്. ദിസ് ഇസ് ഫോളോഡ് ബൈ ദ കഥാഗാനം. അപ്പോൾ വില്ലടിച്ചാൻ പാട്ട് തുടങ്ങുന്നത് ഒരു വന്ദനഗാനത്തോടു കൂടിയാണ്, അതിനുശേഷം പാടുന്നത് കഥാഗാനം. ഓക്കെ, നമുക്കൊരു തെയ്യത്തിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. തെയ്യം എന്താണ് നമുക്ക് വായിച്ചു നോക്കാം. Theyyam is a ritualistic art form that combines artistry and devotion to God. It is an art form popular in North Kerala. North Keralയിൽ ഫേമസ് ആയിട്ടുള്ളതാണ് തെയ്യം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് തെയ്യാട്ടം ആൻഡ് കളിയാട്ടം. രണ്ട് പേരിലും ഇത് അറിയപ്പെടും.
ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ഒറിജിൻ ഓഫ് തെയ്യം ഈസ് ഫ്രം ദ വേർഡ് ദൈവം. ഗോഡ് എന്നുള്ള വേർഡിൽ നിന്നാണ് ദൈവം എന്ന വേർഡ് തെയ്യം എന്ന വേർഡ് വന്നത്. Therefore it can be said that തെയ്യാട്ടം is a ritual dance performed in the form of deities. ദൈവങ്ങളായിട്ടാണ് കേട്ടോ, അത് ദൈവത്തിൻ്റെ ഒരു റിച്വൽ ഫോം ആയിട്ടാണ് ഇത് പറയുക. തെയ്യാട്ടം ഹാസ് എ സ്പെസിഫിക് ഓർഡർ ഫോർ ഇറ്റ്സ് പ്രസൻറ്റേഷൻ. ദ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ഇൻ തെയ്യം ഈസ് ദ ചെണ്ട. അപ്പോൾ മെയിനായിട്ട് ഇതിനൊരു ഓർഡർ ഉണ്ട് തെയ്യാട്ടം പെർഫോം ചെയ്യുന്നതിന്. മെയിനായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചെണ്ടയാണ്. ഇറ്റ് ഓൾസോ യൂസസ് മദ്ദളം, ഇലത്താളം ആൻഡ് കൊമ്പ്. മദ്ദളവും ഇലത്താളവും കൊമ്പും എല്ലാം ഉണ്ട്. തെയ്യാട്ടം ഈസ് പെർഫോംഡ് വിത്ത് ദ റിതം ഓഫ് ഓർക്കസ്ട്ര. അടുത്തത് കംപ്ലീറ്റ് ദ വേർഡ് പസിലാണ് തന്നിരിക്കുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ ആൻസേഴ്സ് പറയാം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. ആദ്യം തന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, മംഗളം കളിയാണ് ആദ്യം തന്നിരിക്കുന്നത്. ഒന്നാമത്തെ പിക്ചറിൽ മംഗളം കളിയാണ്. മൂന്നാമത്തെ പിക്ചറിൽ തെയ്യമാണ്. 5 മാർഗംകളി, 7 കഥകളി, 2 ഒപ്പന, 4ാമത്തേൻ്റെ ആൻസർ ചെണ്ട, 6 തിരുവാതിരക്കളി. ഇനി അത് ഫില്ല് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, 1 മംഗലം കളിയാണ്, പിന്നെ അതുപോലെ 3 തെയ്യം, 4 ചെണ്ട, 5 മാർഗംകളിയാണ്, 2 ഒപ്പന, 6 തിരുവാതിരക്കളി, 7 കഥകളി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ, പസിൽ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് റൈറ്റ് ദ ഡാൻസ് ഫോം സീൻ ഇൻ ദിസ് പിക്ചർ. ആദ്യത്തെ ചിത്രത്തിൽ ഭരതനാട്യമാണ്, രണ്ടാമത്തെ ചിത്രത്തിൽ ചാക്യാർ കൂത്താണ്, പിന്നെ തന്നിരിക്കുന്നത് കേരള നടനം, അതുപോലെ തന്നെ ഫോക്ക് ഡാൻസ്. ഇത്രയാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇനി കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദീസ് ആർട്ട് ഫോംസ് ആൻഡ് റൈറ്റ് ദം ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ ആർട്ട് ഫോംസിൻ്റെ ഒക്കെ ഇതുപോലെയുള്ള ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആൽബം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ വിച്ച് ഐറ്റം ഡിഡ് നീതു ഗെറ്റ് ദ സെക്കൻഡ് പ്ലേസ് ഇൻ കലോത്സവം. കലോത്സവത്തിൽ നീതുവിന് സെക്കൻഡ് പ്ലേസ് കിട്ടിയത് ഏത് ഐറ്റത്തിനായിരുന്നു? ലൈറ്റ് മ്യൂസിക് അല്ലേ. ലൈറ്റ് മ്യൂസിക്, വാട്ട് ആർ ദ അതർ ആർട്ട് ഫോംസ് വിച്ച് ഗീവ് ഇമ്പോർട്ടൻസ് ടു മ്യൂസിക്. മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറെ ആർട്ട് ഫോംസ് ഏതൊക്കെയാണ്? കർണാട്ടിക് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക്, മാപ്പിളപ്പാട്ടു, ഗയാൽ, ധ്രുപദ്, ഫോക്ക് സോങ്സ്, ഹിന്ദുസ്ഥാനി സോങ്സ്. ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാം. ഇനി ഷാൾ ഓൾ ഓഫ് us sing together the വായ്ത്താരി given below. താഴെ ഒരു വായ്ത്താരി തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത് മറ്റേ നമ്മുടെ തിത്തിത്താര തിത്തൈ തക തെയ്തോ എന്നുള്ള ആ ഒരു സോങ് ആണ് കേട്ടോ. നമ്മളെല്ലാവരും ഓണത്തിനൊക്കെ കേൾക്കുന്ന പാട്ടാണിത്. നെക്സ്റ്റ് ഫോക്ക് സോങ്സും ക്ലാസിക്കൽ മ്യൂസിക്കും നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഫോക്ക് സോങ്സ് എന്താണെന്ന് പറഞ്ഞു തരാം. നമുക്ക് അറിയാം, ഫോക്ക് സോങ്സ് ഒരിക്കലും എഴുതി വെച്ചിട്ടുള്ള പാട്ടുകളല്ല. അപ്പം നമ്മൾ വായും കൊണ്ട് മാത്രം പാടിയിട്ട് ഓറലി ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്മിറ്റ് ആവണമെന്നാണ്. എവിടെയും എഴുതി വെച്ച പാട്ടുകളല്ല ഇത്. പണ്ട് പാടിക്കേട്ട് അത് അടുത്ത ജനറേഷൻ പാടും, അങ്ങനെയാണ് ഇത് പോയിട്ടുണ്ടായിരുന്നത്. സ്പോക്കൺ ലാംഗ്വേജിൽ മാത്രമാണ്. പിന്നെ അതിൻ്റെ തീമായിട്ട് എപ്പോഴും അഗ്രികൾച്ചർ, ലേബർ, എൻ്റർടൈൻമെൻ്റ് ഒക്കെയാണ് വരിക. ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിൽ നമുക്കറിയാം അത് കറക്റ്റായിട്ട് പഠിച്ച് പാടുന്നതാണ്. പ്രിസൈസ് ആയിട്ടുള്ള സിംഗിങ് സ്റ്റൈലും ഋതവും എല്ലാം അതിനുണ്ടായിരിക്കും. ക്ലാസിക്കൽ മ്യൂസിക് 2 തരത്തിലുണ്ട്, കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ എന്ന രാജാവ്, തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാളിന് ക്ലാസിക്കൽ മ്യൂസിക്കിലൊക്കെ ഭയങ്കര പ്രാവീണ്യമായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഈ കമ്പോസ്ഡ് മോർ ദാൻ 500 മ്യൂസിക്കൽ കമ്പോസിഷൻ മലയാളം, ഹിന്ദി, തമിഴ്, തെലുഗു ആൻഡ് കന്നഡ. അപ്പോൾ ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 500-ൽ പരം രചനകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, വ്യത്യസ്ത ഭാഷകളിൽ കേട്ടോ. മാപ്പിളപ്പാട്ടും ഇതുപോലെ തന്നെയാണ്. മാപ്പിള സോങ്സ് ആണ്. മുസ്ലിം സൊസൈറ്റിയുടെ ഇടയിലാണ് അത് കൂടുതലായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ മലയാളം ലാംഗ്വേജ്, അറബിക് മലയാളത്തിലാണ് മാപ്പിളപ്പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നോർത്ത് കേരളയിൽ മുസ്ലിംസ് ഉപയോഗിക്കുന്ന ഭാഷ കേട്ടോ, അറബിക് മലയാളം. പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു കമ്പോസർ എന്ന് നമ്മൾ പറയുന്ന ആളാണ് മൊയിൻകുട്ടി വൈദ്യർ, അതും വേണം. നെക്സ്റ്റ് നമുക്ക് 2 പിക്ചർ തന്നിട്ടുണ്ട്. ഹാവ് യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ പെൻസിൽ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ സ്കൂൾ കലോത്സവം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്കൂളിൽ പെൻസിൽ ഡ്രോയിങ്ങിനോ പെയിൻറ്റിംഗ് കോമ്പറ്റീഷനോ പങ്കെടുത്തിട്ടുണ്ടോ? ആൻഡ് അവിടെ തന്നിരിക്കുന്ന 2 പെയിൻറ്റിങ്ങും രാജാ രവിവർമ്മയുടെ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. These are painted by Raja Ravi Verma, a world famous painter from Kerala. He was the one who introduced modern painting to Kerala. കേരളത്തിലേക്ക് മോഡേൺ പെയിൻറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് രാജ രവിവർമ്മ. ഇനി ഹാവ് യു സീൻ ദ അനിമേറ്റഡ് വീഡിയോ ഓഫ് രാജ രവിവർമാസ് പെയിൻറ്റിംഗ് യൂസിങ് AI ടെക്നോളജി? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, രാജ രവിവർമ്മയുടെ അനിമേറ്റഡ് വീഡിയോ. പിന്നെ അടുത്ത നിങ്ങൾക്ക് ചെയ്യാനാണ്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ കളക്ട് ചെയ്ത് എക്സിബിഷനിൽ വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യുക.
ഇനി ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻ ആണ്. ഐ ഷുഡ് ടെൽ മൈ മദർ ടു ടേക്ക് മീ ടു സീ ദ പൂരം. എന്നെ പൂരം കാണാൻ കൊണ്ടുപോകണമെന്ന് അമ്മയോട് പറഞ്ഞു എന്നാണ് ഈ കുട്ടി കടന്ന് ആലോചിക്കുന്നത്. ഡു യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫെസ്റ്റിവൽസ്? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഫെസ്റ്റിവൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ? ആണെങ്കിൽ യെസ് എന്ന് എഴുതുക കേട്ടോ, അല്ലെങ്കിൽ നോ എന്ന് എഴുതിക്കോളൂ. തൃശ്ശൂർ പൂരം ഈസ് വൺ ഓഫ് ദ ഫേമസ് ഫെസ്റ്റിവൽസ് ഇൻ കേരള. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ വൺ ഓഫ് ദ ഫേമസ് ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡു യു ഹാവ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ പ്ലേസ് ടു? നിങ്ങളുടെ സ്ഥലത്ത് ഇതുപോലത്തെ ഫെസ്റ്റിവൽസ് ഉണ്ടോ? ഞാൻ ഞങ്ങളുടെ സ്ഥലത്തെയാണ് എഴുതിയിരിക്കുന്നത്, പാലക്കാട് ജില്ലയിലാണ്. യെസ് എന്ന് കൊടുത്തിട്ട് കൽപ്പാത്തി രഥോത്സവം പാലക്കാട് ജില്ലയിൽ മാത്രമുള്ള ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. ഇതുപോലെ ഓരോ ജില്ലയിലും ഓരോ ഫെസ്റ്റിവൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ജില്ലയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ മെയിൻ ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് പ്രിപ്പയർ എ വാൾ മാഗസീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് മാവേലി നടുവാണിട്ടും കാലം എന്നുള്ള സോങ്ങിൻ്റെ 4 ലൈൻ തന്നിട്ടുണ്ട്. ഹോപ്പ് യു ഹാവ് ഹേർഡ് ദിസ് ഓണം സോങ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഓണം സോങ് ആണിത്. ഫൈൻഡ് ദ നെക്സ്റ്റ് ലൈൻസ് ആൻഡ് സിങ് അലോങ് ടു ദ ട്യൂൺ. അടുത്ത ലൈനുകളൊക്കെ കണ്ടുപിടിച്ച് പാടാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പാടി നോക്കുക. നെക്സ്റ്റ് നമുക്ക് ഓണം സെലിബ്രേഷൻ, നീളയുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ്റെ 4 പിക്ചറുകൾ തന്നിട്ടുണ്ട്. ഓണം ഈസ് അവർ നാഷണൽ ഫെസ്റ്റിവൽ, അറിയാലോ. ഇനി റൈറ്റ് ഹൗ ഓണം ഇസ് സെലിബ്രേറ്റഡ് ഇൻ യുവർ സ്കൂൾ ആൻഡ് അറ്റ് ഹോം ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. സ്കൂളിലും അതുപോലെ വീട്ടിലും എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി EVSൻ്റെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടും അതിന് ആൻസർ ഞാൻ തരാം. In school ആണെങ്കിൽ ഓണം സെലിബ്രേഷൻ സ്കൂൾസ് ഓഫൻ ഇൻവോൾവ് സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് എൻഗേജിങ് ഇൻ ട്രഡീഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് മേക്കിംഗ് പൂക്കളംസ് വിത്ത് ഫ്ലവേഴ്സ് ബ്രോട്ട് ഫ്രം ഹോം, വിയറിംഗ് ട്രഡീഷണൽ ഓർ ന്യൂ ഡ്രസ്സസ് ആൻഡ് പെർഫോമിംഗ് കൾച്ചറൽ പ്രോഗ്രാംസ് സച്ച് as dances or enacting the story of King Mahabali. ഇനി അറ്റ് ഹോം ആണെങ്കിൽ ഓണം ഈസ് സെലിബ്രേറ്റഡ് വിത്ത് ഫാമിലി ഗ്യാതറിംഗ്സ്, പ്രിപ്പയറിംഗ് ആൻഡ് എൻജോയിങ് ദ ഓണസദ്യ സെർവ്ഡ് ഓൺ ബനാന ലീവ്സ്, മേക്കിംഗ് പൂക്കളംസ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അതർ കൾച്ചറൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഓണക്കളി, പുലികളി ഓർ പ്ലേയിങ് ട്രഡീഷണൽ ഗെയിംസ്. പുലികളി ഈസ് വെരി ഫേമസ് ഡ്യൂറിംഗ് ഓണം. പെർഫോമേഴ്സ് ഡ്രസ്ഡ് as ടൈഗേഴ്സ് ആൻഡ് ഹണ്ടേഴ്സ് മതി, ഒരു ഹണ്ടേഴ്സ് മതി കേട്ടോ. Dancing to the rhythm of traditional instruments, a vibrant and energetic part of the festivals. ഇത് ഞാൻ എൻ്റെ രീതിയിൽ എഴുതിയതാണ്. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതാണ് കേട്ടോ. അടുത്തത് ഈദ് ഉൽ ഫിത്തറിൻ്റെ ആണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ആർ ദർ എനി അതർ ഫെസ്റ്റിവൽ ആൻഡ് സെലിബ്രേഷൻ ദാറ്റ് യു വുഡ് ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ്? നിങ്ങളിങ്ങനെ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് ഉണ്ടോ? ഉണ്ടല്ലേ. ദിവാലി ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, ഹോളി ഉണ്ട്, പിന്നെ എന്താ അതുപോലത്തെ ഒരുപാട് ആഘോഷങ്ങൾ നമുക്കുണ്ട്. നെക്സ്റ്റ് നോട്ട് ദം ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇനിയും എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ലെറ്റേഴ്സ് ആസസ് ആണ്. മാച്ച് ദി ഫോളോയിങ് ബൈ ഡ്രോയിങ് ലൈൻസ്. ഞാൻ ഓൾറെഡി ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി പറഞ്ഞു തരാം എന്താണതെന്നുള്ളത്. ഓട്ടം തുള്ളൽ, ഇൻവെൻറ്റർ ഓഫ് ഓട്ടം തുള്ളൽ ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. ഓട്ടം തുള്ളലിൻ്റെ ആളാരാണ്? കുഞ്ചൻ നമ്പ്യാർ. അടുത്തത് എന്താ പറയണത്? എക്സ്പോണൻ്റ് ഓഫ് ആരാണ്? എക്സ്പോണൻ്റ് ഓഫ് മാപ്പിളപ്പാട്ടു. മാപ്പിളപ്പാട്ടിൻ്റെ എക്സ്പോണൻ്റ് ആരാ? മോയിൻകുട്ടി വൈദ്യർ. അടുത്തത് വേൾഡ് റിനോവ്ഡ് പെയിൻറ്റർ ആരാണ്? രാജാ രവിവർമ്മ. അടുത്തത് മ്യൂസീഷ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ സ്വാതി തിരുനാൾ. ഓക്കെ, മാർക്ക് ചെയ്തത് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ ഇൻവെൻറ്റർ ഓഫ് ഓട്ടം തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, എക്സ്പോണൻ്റ് ഓഫ് മാപ്പിളപ്പാട്ടു മോയിൻകുട്ടി വൈദ്യർ, വേൾഡ് റിനോവ്ഡ് പെയിൻറ്റർ ആരാണ്? രാജാ രവിവർമ്മ, മ്യൂസീഷ്യൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ സ്വാതി തിരുനാൾ. ഓക്കെ, അപ്പോൾ ഇത് 1 എക്സ്പോണൻ്റ് ഓഫ് മാപ്പിളപ്പാട്ടു, ഇത് 2 വേൾഡ് റിനോൺ പെയിൻറ്റർ ആരാണ്? രാജരവിവർമ്മ, ഇത് 3 സ്വാതി തിരുനാളുടെ 4 കേട്ടോ. ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് 1 2 ഓക്കെ. നെയിം ദ ഇമ്പോർട്ടൻറ്റ് ലോക്കൽ ആർട്ട് ഫോംസ് ഇൻ കേരള, പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. ഇനി നിങ്ങൾക്ക് കേരളത്തിലെ ലോക്കൽ ആർട്ട് ഫോംസ് ഏതൊക്കെയാണ് എന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ലോക്കൽ ആർട്ട് ഫോംസിൻ്റെ കാര്യങ്ങൾ ഞാൻ തരാം. ആദ്യം കഥകളിയാണ്. എ ഹൈലി സ്റ്റൈലൈസ്ഡ് ക്ലാസിക്കൽ ഇന്ത്യൻ ഡാൻസ് ഡ്രാമ നോൺ ഫോർ ഇറ്റ്സ് എലാബറേറ്റ് കോസ്റ്റ്യൂം, വൈബ്രന്റ് മേക്കപ്പ് ആൻഡ് ഇൻട്രിഗേറ്റ് ഹാൻഡ് ഗെസ്റ്റേഴ്സ് ദാറ്റ് കൺവേ സ്റ്റോറീസ് ഫ്രം ഹിന്ദു മിത്തോളജി. കഥകളിയെക്കുറിച്ച് തന്നിട്ടുണ്ട്. ഇനി മോഹിനിയാട്ടം, എ ഗ്രേസ്ഫുൾ ക്ലാസിക്കൽ ഡാൻസ് ഫോം ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് ജെന്റിൽ ഫ്ലോയിങ് മൂവ്മെന്റ്സ് ആൻഡ് സെറീൻ എക്സ്പ്രഷൻ ഓഫൻ ഡെപിക്റ്റിംഗ് തീംസ് ഓഫ് ലവ് ആൻഡ് ഡിവോഷൻ. നെക്സ്റ്റ് തരുന്നത്
തെയ്യമാണ്. തെയ്യം എന്താ? എ വൈബ്രന്റ് റിച്വലിസ്റ്റിക് ആർട്ട് ഫോം പെർഫോംഡ് ഇൻ നോർത്ത് കേരള ഇൻവോൾവിംഗ് എലാബറേറ്റ് കോസ്റ്റ്യൂം, ഫേസ് പെയിന്റിംഗ് ആൻഡ് എനർജറ്റിക് മൂവ്മെന്റ്സ് ബിലീവ്ഡ് ടു ഇൻവോക്ക് ഡയറ്റീസ്. ഓട്ടൻതുള്ളൽ, a satirical solo performance art form created by Kunchan Nambiar, known for its humorous commentary on social issues and everyday life. Next, Kalaripayattu, an ancient martial art form from Kerala, known for its dynamic movements, weaponry, and emphasis on physical and mental discipline. Then Mapilapattu, a genre of folk songs popular among the Mapila community of Kerala, often characterized by its unique blend of Malayalam and Arabic influences and themes of love, devotion, and social commentary. ഇതിൽ ഇത്രയും എഴുതുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ എടുത്ത് എഴുതിയാൽ മതിയാവും. ഞാൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്നത്. നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ക്ലാസ്സുകൾ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.